ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഇപ്പൊ തന്നെ സുജാത വിളിച്ച് പറയണോ? വേണ്ട, താൻ വിളിക്കാനൊന്നും പോണ്ട. നാട്ടിൽ കേട്ടിട്ടില്ലാത്ത ചില ചടങ്ങുകളും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരു കല്യാണവും. മനു ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചതിന്റെ അന്ന് തുടങ്ങിയതാ നാണക്കേടിന്റെ ആറാട്ട്. വീണാമ്മെ കാണാൻ തോന്നുന്നുണ്ടോന്ന് ചോദിച്ചു. കൂടെ വരുന്നുണ്ടോന്നും ചോദിച്ചു. നീ എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ അച്ഛനെ വിട്ട് എങ്ങോട്ടും വരില്ലെന്ന് പറഞ്ഞു. മോള് പോയിട്ടെ സുജാതമ്മയോട് നിത്യമ്മ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറ. പോ. ശരി, ഇത് പിടിച്ച്. എടാ, അവള് വിളിച്ചതും സംസാരിച്ചതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇവിടുന്ന് പോയാലും അവള് വെറുതെ ഇരിക്കില്ലല്ലോ. അതിന് നീ എന്തിനാ വിഷമിക്കുന്നേ? ഇത് അവളെപ്പോഴും ചെയ്യുന്ന കാര്യമല്ലേ? അതുകൊണ്ടൊന്നല്ല അമ്മാവ, കല്യാണി വിട്ടുകൊടുക്കണമെന്ന് ഒരാവശ്യം വന്നിട്ടുണ്ട്. വീണയല്ല, വിപിൻ. അവൻ പിന്നെയും വന്നാ? ഫംഗ്ഷൻ നടന്ന സ്ഥലത്ത് വിപിൻ വന്നിരുന്നു. ഹരിയെ മാറ്റി നിർത്തി സംസാരിച്ചു. വീണയും വിപിനും ചേർന്ന് ചോദിക്കുമ്പോ കല്യാണിയെ പിടിച്ചു വെക്കാൻ നമുക്കൊരവകാശം ഇല്ലാന്ന് പറഞ്ഞു. എന്നിട്ട് അവന്റെ മുഖത്ത് അടിച്ചില്ലേ നീയോ? തല്ലി കൊല്ലണ്ടേ ആ വൃത്തിയേട്ടവനെ? എടാ, അവനല്ല, ദൈവത്തമ്പുരാൻ തന്നെ മോളെ വന്ന് ചോദിച്ചാലും ശരി, നമ്മുടെ കുഞ്ഞിനെ നമ്മൾ കൊടുക്കുകയല്ല. എടാ, അവള് നിന്റെയല്ലേ? പെട്ടെന്ന് കേട്ടപ്പോ ഞാനൊന്ന് പതറിപ്പോയി. പക്ഷെ ഞാനിപ്പോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ചെയ്യാനുള്ളതൊക്കെ അവള് ചെയ്യട്ടെ. എന്റെ മോള് എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ മോളോട് കുറെ നേരം സംസാരിച്ചു. അവളുടെ മറുപടിയൊന്നും നമുക്ക് അനുകൂലമല്ല. അതങ്ങനെ ആയിരിക്കാം. ഹരി എന്നോട് പറഞ്ഞ മറുപടിയും വളരെ ഷാർപ്പായിരുന്നു. ഒരിക്കൽ ഞാൻ വലിച്ചെറിഞ്ഞ വീണയെ വീണ്ടും സ്വീകരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് ചോദിച്ചു. ഇതും വീണ പറഞ്ഞ് ചെയ്യിക്കുന്നതാണോന്ന് വരെ ചോദിച്ചു. കല്യാണി കൂടിയില്ലാതെ അച്ഛൻ നമ്മൾ അംഗീകരിക്കില്ല അല്ലേ? വിപിനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അച്ഛന്റെ സ്വത്ത് കിട്ടാൻ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടല്ലേ വിപിൻ എന്നെ കുറിച്ച് ചിന്തിച്ചതും എന്നെ കാണാൻ വന്നതും ഒക്കെ? വീണ, അച്ഛൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ എത്രയോ മുമ്പേ അവർ ഈ കാര്യത്തിൽ എന്നെ ഉപദേശിക്കാൻ തുടങ്ങിയാന്നറിയാവോ? അവരുടെ ഉപദേശങ്ങളിൽ നിന്നാ ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. അത് സത്യം തന്നെ. പക്ഷേ എന്റെ കയ്യിലിപ്പോ ഒരു ജീവിതമില്ല. തന്നെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് അത് സത്യസന്ധമായിട്ടാ. എല്ലാം ഒന്ന് തിരുത്താൻ വേണ്ടിട്ടാ. മോള് നമ്മളോട് എത്തിക്കഴിഞ്ഞാ ഞാൻ നോക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും. അതിൽ ഇനി ഒരു സംശയം വേണ്ട. കല്യാണിയെ നമ്മളോട് കൊണ്ടുവരാൻ നിയമപ്രകാരമുള്ള എല്ലാ അധികാരവും നമുക്കുണ്ട്. അതിന് ഹരിയുടെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. എടോ, നമുക്ക് നമ്മുടെ മോളെ വിളിച്ചോണ്ട് വരാം. വേണ്ട വിപിനെ, ഒരു ബഹളം ഉണ്ടാക്കുന്നത് അത്ര നല്ലതല്ല. ഞാനതിന് ശ്രമിച്ചതാ.
പിന്നെ വിപിൻ കരുതുന്നത് പോലെ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല ഹരിയേട്ടൻ. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു കാര്യത്തിന് വേണ്ടി ഒരുപക്ഷെ ഒരാളെ കൊല്ലാൻ പോലും ഹരിയേട്ടൻ മടിക്കില്ല. പിന്നെ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? എനിക്ക് വിപിനൊപ്പം ജീവിക്കണം, എന്റെ സ്വപ്നങ്ങളൊക്കെ സാധ്യമാക്കണം. നമുക്കൊരു മാർഗം കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഗൗരവമായിട്ട് ആരോടെങ്കിലും സംസാരിക്കുകയും ചെയ്യാം. എന്താ മോളെ, എന്താ? അച്ഛാ, അമ്മ എപ്പോഴും എന്നെ വിളിച്ചിരുന്നു. നമ്മളെല്ലാരും എപ്പോഴാ വിവാഹത്തിന് ചെല്ലുന്നതെന്ന് അറിയാൻ. മനു എന്തായാലും കുറച്ചു കഴിഞ്ഞ് വിളിക്കുമല്ലോ. അപ്പൊ അവനോടൊന്ന് ചോദിച്ചിട്ട്. അവനോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാനാ? അവനോട് ചോദിക്കൊന്നും വേണ്ട. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? അവൻ ഈ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നത് നന്നായിന്നാ ഞാൻ കരുതുന്നത്. അവന്റെ പൊസിഷൻ എന്താ? എന്ത് കണക്കിനാ അവൻ ഈ കല്യാണത്തിന് മുമ്പേ പോയി നിൽക്കുന്നത്? ആ കല്യാണം കഴിക്കുന്ന ഒരുത്തനില്ലേ, അവന്റെ വിവാഹമോചനം നടന്നിട്ടുണ്ടോ? അത് പോട്ടെ. നിത്യയുടെ വിവാഹമോചനം നടന്നിട്ടുണ്ടോ? അതും ഇല്ല. എന്ന് പറഞ്ഞ നിയമപ്രകാരം മറ്റൊരുത്തന്റെ ഭാര്യയായ ഒരു പെണ്ണ് വേറൊരുത്തിയുടെ ഭർത്താവുമായി ഒരു കല്യാണം നടത്തുന്നു. ഈ സബ് കളക്ടർ എന്ന് പറഞ്ഞാലേ ഭരണഘടനാപരമായ ഒരു പദവിയാ. ആൾക്കാര് തോന്നും പോലെ കല്യാണം കഴിച്ചാലേ നാളെ നിയമപ്രകാരം ഒരു ചോദ്യം വന്നാ കല്യാണം കഴിക്കുന്നവരോടല്ല ചോദിക്കുന്നത്, മനുവിനോടാ. ഉത്തരം പറയേണ്ടതേ എന്റെ മോനാ. ഇത്രയ്ക്കൊക്കെ വളഞ്ഞു ചിന്തിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ട്. എന്റെ മോന്റെ അന്തസ് എനിക്ക് വലുതാണല്ലോ. മോളെ, സുജാത വിളിക്കുമ്പോ പറയാനുള്ള കാര്യം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞോളാം. പിന്നെ വീട്ടുകാരെല്ലാം കൂടി ഒരു കാര്യം നടത്തുമ്പോ നിനക്ക് പോണമെന്നുണ്ടെങ്കിൽ നീ പൊക്കോ. അതിനിവിടെ ആർക്കും ഒരു എതിർപ്പുമില്ല. അതൊന്നും ശരിയാവില്ല. നമ്മളും പങ്കെടുക്കണം. നമ്മൾ പങ്കെടുക്കുന്നില്ല. അതിന്റെ പേരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവരോട് ഞാൻ സംസാരിച്ചോളാം. ഞാൻ ഇപ്പൊ തന്നെ സുജാത വിളിച്ച് പറയണോ? വേണ്ട, താൻ വിളിക്കാനൊന്നും പോണ്ട. നാട്ടിൽ കേട്ടിട്ടില്ലാത്ത ചില ചടങ്ങുകളും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരു കല്യാണവും. മനു ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചതിന്റെ അന്ന് തുടങ്ങിയതാ നാണക്കേടിന്റെ ആറാട്ട്.